വനംവകുപ്പിന്റെ കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയതിൽ അന്വേഷണം. കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുകയാണ്. മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥർ നേരത്തെ വിജിലൻസിന്റെ പിടിയിലായിരുന്നു. കാക്കനാട്ടെ ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് തട്ടിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, ഈ വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഈ കേസിന്റെ അടിസ്ഥാനം എന്താണ്? നീലിമ, ഈ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഇത്തരത്തിൽ ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, കാരണം ഈ ഉടുമ്പിനെ കൊന്ന കേസിൽ ആദ്യം 2 ജീവനക്കാരായിരുന്നു പിടിയിലായത്. അവരെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായി സ്റ്റേഷനിൽ ഫോറസ്റ്റ് ഓഫീസിൽ ഒപ്പിടാനെത്തിയ സമയത്താണ് മറ്റു ഉദ്യോഗസ്ഥരെ കൂടി, അതായത് ആ ഹോട്ടലിന്റെ മാനേജർ അടക്കമുള്ള ആളുകളെ കൂടി കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്നതും അത് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ഈ കൈക്കൂലി ആവശ്യപ്പെട്ട വിവരം വിജിലൻസിനെ അവിടെയുള്ള ജീവനക്കാർ അറിയിക്കുകയായിരുന്നു. അങ്ങനെ പണം വാങ്ങാൻ എത്തിയപ്പോൾ ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ 2 പേരും പിടിയിലാകുന്നത്. അതിനുശേഷം വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ്, ഇവരെ ചോദ്യം ചെയ്തടക്കം നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു സംഭവത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന സൂചന അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതും അത് കേന്ദ്രീകരിച്ചുകൂടി ഇപ്പോൾ അന്വേഷണം വിപുലമാക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം മറ്റ് പല ഉദ്യോഗസ്ഥർക്കും, തങ്ങളെക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ പലരും കൈക്കൂലി ആവശ്യപ്പെടുന്നുണ്ടെന്നും അവർക്ക് കൂടി ഇതിന്റെ വിഹിതം നൽകാനുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമാണ് കേസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായി പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ ആളുകൾ, ഈ 2 പേരും അവിടെയുള്ള ജീവനക്കാരെ വിശ്വസിപ്പിച്ചിരുന്നത്. അത് പറഞ്ഞാണ് അവരിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചത്. മാത്രമല്ല, ഇവർക്കെതിരെ സമാനമായ നിരവധി പരാതികൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർ ആസൂത്രിതമായി ഇത്തരത്തിൽ ആളുകളെ ഭീഷണിപ്പെടുത്തി, ഏതെങ്കിലും തരത്തിൽ 1-2 പേർ കുടുങ്ങുന്ന കേസുകളിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി അടക്കം പണം കൈപ്പറ്റിയിരുന്നു എന്ന കാര്യത്തിലാണ് വിശദമായ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചറായ ശ്രീജിത്ത്, ഒപ്പം തന്നെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിമ്മി എസ്കറിയ എന്നിവരായിരുന്നു വിജിലൻസിന്റെ പിടിയിലായിരുന്നത്. ഈ ആളുകൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് മറ്റ് ആളുകളിൽ നിന്ന്, അതേ ഈ പരാതിക്കാരിൽ നിന്നടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന കാര്യവും വിജിലൻസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ ജിജീഷ്.